കോടികൾ ചിലവഴിച്ച് വികസനമൊക്കെ ഉണ്ടാക്കി. പക്ഷേ റെയിൽവേ സ്റ്റേഷന്റെ മുഖമൊന്ന് കാണണമെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടണം. പറഞ്ഞു വരുന്നത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചാണ്. ₹2 കോടി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച കോടികളാണിത്. 1ാം ഘട്ട വികസനം പൂർത്തിയാകുമ്പോൾ സ്റ്റേഷന്റെ മുഖച്ഛായ മാറുമെന്നാണ് നമ്മൾ കരുതിയത്. അതെ, മുഖച്ഛായ മാറി. പക്ഷേ അത് പോസിറ്റീവായിട്ടല്ല. സ്റ്റേഷന്റെ ഒറിജിനൽ മുഖം തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രീതിയിലാണ്. വികസനത്തിന്റെ പേരിൽ റെയിൽവേ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കോച്ച് റെസ്റ്റോറന്റ്. കേൾക്കാൻ നല്ല രസമാണ്. റെയിൽവേ കോച്ചിനുള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കാം. പക്ഷേ ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണെന്നോ? സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന് തൊട്ടു മുന്നിൽ, രാമന്തളി റോഡിലേക്ക് അഭിമുഖമായി നിൽക്കുന്ന അതേ സ്ഥലത്ത്. പോരാത്തതിന് അതിൻ്റെ വലിയൊരു അടുക്കളയും തൊട്ടുരുമി പണിയുന്നുണ്ട്. രാമന്തളി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ പോയി തിരിച്ച് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ കയറി വേണം ഇനി ഈ റെസ്റ്റോറന്റ് ഉപയോഗിക്കാൻ. ഇത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ട്രാഫിക് സംവിധാനത്തെ പൂർണ്ണമായും താറുമാറാക്കും. കോടികൾ മുടക്കി വികസനം നടത്തുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം, അല്ലാതെ ഉള്ള സൗകര്യങ്ങൾ കൂടി ഇല്ലാതാക്കിക്കൊണ്ടാകരുത്. റെസ്റ്റോറന്റ് പാർക്കിംഗ് കേന്ദ്രത്തിലോ മറ്റോ മാറ്റി സ്ഥാപിച്ചിരുന്നെങ്കിൽ സ്റ്റേഷന്റെ ഭംഗിയും നിലനിൽക്കുമായിരുന്നു. എല്ലാവർക്കും ഉപയോഗിക്കുകയും ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ വന്ന് സ്റ്റേഷന്റെ മുഖം നഷ്ടപ്പെടുകയും റെസ്റ്റോറന്റ് ആർക്കും ഉപകാരമില്ലാത്ത ഒന്നായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത്രയും അധികം പണം ചിലവഴിച്ച് സൗന്ദര്യവൽക്കരണം എന്ന പേരിൽ വികസനമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം കണ്ടില്ലെങ്കിൽ എന്തു കാര്യം? ആ മുഖത്തിൻ്റെ സൗന്ദര്യമല്ലേ ഏറ്റവും പ്രധാനം. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.